ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം കാവേരി. നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവേരീസ് കിച്ചൺ വണ്ടേഴ്സ്. ഇന്നിപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓണത്തിൻ്റെ തന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോൾ വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് പച്ചടി കിച്ചടി. അപ്പോൾ അതിൽ ബീട്രൂട്ട് പച്ചടിയാണ് ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. വളരെയധികം ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു പച്ചടിയാണിത്. അതേസമയം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, വളരെ ന്യൂട്രീഷ്യസുമാണ്. സോ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് സദ്യ സ്പെഷ്യൽ പച്ചടി ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിന്ന് ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി കഴുകി ക്ലീൻ ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. അതിന് ശേഷം എങ്ങനെയാണ് ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ബീട്രൂട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചെറിയ പീസാക്കി അരഞ്ഞിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുവാണ്. എൻ്റെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുവാണ്. നിങ്ങൾക്കല്ലാതെ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ സ്ക്രേപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇതുപോലത്തെ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചോപ്പറും ഇല്ല സ്ക്രേപ്പറും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഇതുപോലെ കുക്കറിലിട്ട് വേവിക്കുക. ഒരു വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം ചൂടൊക്കെ ആറിയതിന് ശേഷം മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അരയാൻ പാടില്ല, കുറച്ച് തരി വേണം. ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഇതുപോലെ ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. ഒത്തിരി അങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ആ ഒരു പച്ചടി ഉണ്ടാക്കുമ്പോൾ അതിനൊരു ചെറിയ തരി വേണം. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ ഒരു പാത്രം എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം, ഒരുപാട് വെള്ളം ആവാൻ പാടില്ല, 1/2 കപ്പ് വെള്ളം മതി. ഒത്തിരി വെള്ളമായിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ വേവും കൺസിസ്റ്റൻസി ഒന്നും കറക്റ്റ് ആവില്ല. കൺസിസ്റ്റൻസി കുറച്ച് തിക്കായിട്ടൊരു സെമി സോളിഡ് കൺസിസ്റ്റൻസി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഈ ഒരു സൈസ് ബീട്രൂട്ടിന്. നിങ്ങൾ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ അളവനുസരിച്ച് വെള്ളത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വരെ വേവിക്കണം. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ബീട്രൂട്ടിൽ നിന്ന് നന്നായിട്ട് ഇറങ്ങി വന്ന വെള്ളമാണ് കണ്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്തെടുക്കണം. അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, 2 പച്ചമുളക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1 അല്ലി വെളുത്തുള്ളി അതും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കടുക് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളം ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നന്നായിട്ട് അരയത്തില്ല, തരി തരിയായിട്ട് കിടക്കും. തേങ്ങയൊന്നും നന്നായിട്ട് അരയത്തില്ല. അത് കാരണം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ അരപ്പ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട്. ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിത് നമ്മുടെ ബീട്രൂട്ട് വേവിച്ച് വെച്ചേക്കുന്നതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് ഒത്തിരി ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ്. അപ്പോൾ കഴിവതും ഇതുപോലെ പച്ചടിയോ അല്ലെങ്കിൽ ജ്യൂസോ ഒക്കെ ആക്കി കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒത്തിരി വെള്ളം ആഡ് ചെയ്യേണ്ട, കാരണം നമ്മുടെ കൺസിസ്റ്റൻസി ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയാണ്. ഒത്തിരി വെള്ളം പോലെ ആവേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സദ്യക്കാണെങ്കിലും ഇലയിലൊക്കെ വയ്ക്കുന്ന സമയത്ത് അത് ഒലിച്ചു പോകാനായിട്ട് പാടില്ല. അതിന് വേണ്ടിയിട്ട് കൺസിസ്റ്റൻസി കണ്ടോ, ഇതുപോലെ ഇരിക്കണം. ഒത്തിരി അങ്ങ് ഡൈല്യൂട്ടായി പോകാനേ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഞാൻ അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഇതിലോട്ട് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ലാസ്റ്റ് തൈരും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ താളിച്ച് ചേർക്കും. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡിയായി. നമ്മുടെ ബീട്രൂട്ടിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്.
ബീട്രൂട്ടൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട് മാറിയതിന് ശേഷം മാത്രമേ ഇതിലോട്ട് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ തൈരെല്ലാം പിരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയും കിട്ടത്തില്ല, കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇനി ഇത് കണ്ടോ, കൺസിസ്റ്റൻസി കണ്ടോ, നന്നായിട്ട് ആ ഒരു സെമി സോളിഡ് ഒട്ടും ഒലിച്ചു പോവാത്ത രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. സദ്യ സ്റ്റൈല് ബീട്രൂട്ട് പച്ചടി. അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്റ്റൈൽ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്.